DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം മുതൽ പാൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്കായി 2026 ഏപ്രിൽ 1 മുതൽ രാജ്യമൊട്ടാകെ കൂടുതൽ കർശനമായ നിയമങ്ങൾ നിലവിൽ വരികയാണ്. നിലവിൽ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന ലളിതമായ പ്രക്രിയയാണ് സർക്കാർ അവസാനിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമൺ സർവീസസ് സെന്ററുകൾ വഴിയാണ് ഈ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത്. 2026 മാർച്ച് 31 വരെയാണ് ആധാർ കാർഡ് മാത്രം തിരിച്ചറിയൽ രേഖയായി സമർപ്പിച്ചുകൊണ്ട് പാൻ കാർഡ് സ്വന്തമാക്കാനുള്ള കാലാവധി. ഏപ്രിൽ 1 മുതൽ ഈ സൗകര്യം അവസാനിക്കുന്നതോടെ പുതിയ അപേക്ഷകർ ആധാർ കാർഡിനൊപ്പം അധിക തിരിച്ചറിയൽ രേഖകൾ കൂടി നിർബന്ധമായും ഹാജരാക്കേണ്ടി വരും. സങ്കീർണമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ മാർച്ച് 31-നകം തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. പുതിയ പരിഷ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ജനനത്തീയതി സ്ഥിരീകരിക്കുന്നതിനായി അധിക രേഖകൾ നിർബന്ധമാക്കി എന്നതാണ്. ആധാർ കാർഡിൽ ജനനത്തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇനി മുതൽ അത് മാത്രം മതിയാകില്ല. പകരം സർക്കാർ അംഗീകരിച്ച മറ്റ് ഔദ്യോഗിക രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടി വരും. ജനനത്തീയതി തെളിയിക്കുന്നതിനായി അപേക്ഷകർക്ക് താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒരു രേഖ അധികമായി സമർപ്പിക്കാം. അതായത് ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ആധാർ കാർഡിനൊപ്പം ഹാജരാക്കേണ്ടത് നിർബന്ധമാണ്. മറ്റൊരു പ്രധാന മാറ്റം അപേക്ഷാ ഫോമുകളിലാണ്. 2026 ഏപ്രിൽ 1-ന് ശേഷം പഴയ അപേക്ഷാ ഫോമുകൾ സ്വീകരിക്കുന്നതല്ല. അപേക്ഷകർക്കായി പരിഷ്കരിച്ച പുതിയ ഫോമുകൾ സർക്കാർ ഉടൻ തന്നെ പുറത്തിറക്കും. പുതിയ നിയമങ്ങൾക്കനുസരിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ പാകത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ ഫോമുകളിൽ ഉണ്ടായിരിക്കുക. പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തമാണ് മറ്റൊരു പ്രധാന നിബന്ധന. പാൻ കാർഡിലെ പേരും ആധാറിലെ പേരും തമ്മിൽ അക്ഷരത്തെറ്റുകളില്ലാതെ കൃത്യമായി പൊരുത്തപ്പെടണം. അക്ഷരങ്ങളിലോ പേരിലോ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് അപേക്ഷ നിരസിക്കപ്പെടുന്നതിനോ ഭാവിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ കാരണമായേക്കാം. ഈ മാറ്റങ്ങൾ സുഗമമായ സാമ്പത്തിക ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും വ്യാജ പാൻ കാർഡുകൾ തടയുന്നതിനും വേണ്ടിയുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. ആധാറും പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ നികുതി വെട്ടിപ്പ് കുറയ്ക്കാനും സാമ്പത്തിക സുതാര്യത വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കരുതുന്നുണ്ട്. പുതിയ അപേക്ഷാ നടപടികളെക്കുറിച്ചോ രേഖകളെക്കുറിച്ചോ കൂടുതൽ സംശയങ്ങളുള്ളവർക്ക് abhirendra.pal@csc.gov.in എന്ന ഔദ്യോഗിക മെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷാ പ്രക്രിയയിൽ വരാനിരിക്കുന്ന സങ്കീർണതകൾ ഒഴിവാക്കാൻ ഏപ്രിൽ 1-ന് മുൻപ് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. അതോടൊപ്പം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കയ്യിൽ വയ്ക്കാൻ അനുവാദമുള്ളൂ. ഒന്നിലധികം പാൻ കാർഡുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ നിയമമുണ്ട്. അതിനാൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉള്ളവർ ഉടൻ തന്നെ സറണ്ടർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ആദായനികുതി ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതായത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ 1 മുതൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രമേ പാൻ കാർഡ് നിർബന്ധമാക്കൂ. നിലവിൽ 10 ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ പരിധി. ചെറിയ ഇടപാടുകളെ നിരീക്ഷണ വലയത്തിൽ നിന്ന് ഒഴിവാക്കി വലിയ സാമ്പത്തിക കൈമാറ്റങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഈ നീക്കം. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പാൻ നിർബന്ധമാക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ ആലോചന ഉപേക്ഷിച്ചിട്ടുണ്ട്. കരട് ചട്ടത്തിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അന്തിമ വിജ്ഞാപനത്തിൽ ഇത് ഒഴിവാക്കുകയായിരുന്നു. ഇതോടെ ഒരു സാമ്പത്തിക വർഷം 50,000 രൂപയിൽ കൂടുതൽ പ്രീമിയം അടക്കുന്നവർ മാത്രം പാൻ വിവരങ്ങൾ നൽകിയാൽ മതിയെന്ന നിലവിലെ വ്യവസ്ഥ തുടരും. അടുത്ത അറിയിപ്പ് 2025 ഡിസംബർ 31-നകം ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ 2026 ജനുവരി 1 മുതൽ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ പാൻ പ്രവർത്തനരഹിതമാണെങ്കിൽ 1000 രൂപ പിഴയടച്ച് ആധാറുമായി ലിങ്ക് ചെയ്ത് അത് വീണ്ടും സജീവമാക്കാവുന്നതാണ്. ഇത് പൂർണ്ണമായും ആക്റ്റീവ് ആകാൻ 7 മുതൽ 30 ദിവസം വരെ സമയമെടുത്തേക്കാം. അതിനാൽ പാൻ കാർഡ് ഗുണഭോക്താക്കൾ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.